സന്തോഷവും ചരിതാർത്ഥ്യവുമുണ്ട്. ഈ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൻ്റെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങൾ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എൻ്റെ നിയോജക മണ്ഡലത്തിൻ്റെ ഒരു കാലെടുത്ത് വെച്ചാൽ മാത്രം ദൂരത്തിലുള്ള ഈ സ്റ്റേഡിയത്തിൽ NGO അസോസിയേഷൻ അതിൻ്റെ പ്രതാപം വീണ്ടെടുത്തുകൊണ്ട് നല്ല ഒരു സംസ്ഥാന സമ്മേളനം നടത്താൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷവും ചൈതന്യവുമുണ്ട്. കേരളത്തിൽ നമുക്കറിയാം NGO അസോസിയേഷൻ്റെ പ്രവർത്തനം പല സന്ദർഭങ്ങളിലും ജനാധിപത്യ മതേതര ശക്തികൾക്ക് കരുത്തു പകർന്നിട്ടുള്ളതാണ്. NGO അസോസിയേഷനൊരു സർവീസ് സംഘടനയാണെങ്കിൽ പോലും ജനാധിപത്യ ചേരികൾക്ക് എന്നും ആവേശം പകരാൻ അസോസിയേഷന് കഴിഞ്ഞിട്ടുണ്ട്. 1970കളിൽ രൂപീകരിച്ചതിന് ശേഷം ഒരുപാട് പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഈ പ്രസ്ഥാനം ഇന്ന് അതിൻ്റെ പ്രതാപം വീണ്ടെടുത്തിരിക്കുന്നു എന്ന് കാണുന്നതിൽ നിരവധി തവണ നിങ്ങളോടൊപ്പം വേദി പങ്കിട്ടിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിലുള്ള എൻ്റെ സന്തോഷം ഞാൻ മറച്ചു വയ്ക്കുന്നില്ല. തീർച്ചയായും ഇന്നലെ നടന്ന നിങ്ങളുടെ പ്രകടനവും പൊതുസമ്മേളനം, നിങ്ങൾ ഉയർത്തുന്ന ആവശ്യങ്ങൾ, ഇതെല്ലാം ഇന്ന് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുക. ഇന്നലെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹം സർക്കാർ ജീവനക്കാരുടെ അവകാശങ്ങളെക്കുറിച്ചൊക്കെ വളരെ അടിവരയിട്ട് തന്നെ അദ്ദേഹം പറയുകയുണ്ടായി. ഞാൻ ഇന്ന് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പത്രത്തിൽ വായിച്ചപ്പോൾ ഇത് നടപ്പാക്കുമ്പോൾ ഇന്ന് ഉയർന്നു വന്നിട്ടുള്ള, അതായത് നിങ്ങൾ ഇന്നത്തെ ഈ സിമ്പോസിയത്തിൻ്റെ പ്രധാന വിഷയം പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിനെ കുറിച്ചാണ്. തീർച്ചയായും ഈ കാര്യത്തിൽ ചെറുപ്പക്കാരുടെ ഇടയിൽ ചില തെറ്റിദ്ധാരണകളൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു ഭരണകർത്താവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കാര്യങ്ങൾ പറയുന്നതിൽ അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട്. ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം രണ്ട് കാര്യം സൂചിപ്പിക്കേണ്ടായി. ഒന്ന്, കേരളത്തിലെ ചെറുപ്പക്കാരുടെ ആശങ്കകൾ പൂർണ്ണമായും അകറ്റിയതിന് ശേഷം വേണം തീരുമാനമെടുക്കാൻ. അതേസമയത്ത് മറ്റൊന്നും കൂടെ അദ്ദേഹം പറഞ്ഞു, വളരെ നേരത്തെ തന്നെ നിങ്ങളെ പെൻഷൻ കൊടുത്ത് വീട്ടിലിരുത്തുന്നത് ശരിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് ഒരു ഭരണകർത്താവിന് അത്രയും പറയാൻ പറ്റും.